ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ ഇന്നത്തെ വീഡിയോ സ്വിച്ച് വേർഡ്സിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. എന്താണ് സ്വിച്ച് വേർഡ്സ്? ഇത് എന്തെല്ലാം കാര്യങ്ങൾക്കായിട്ട് എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇത് ഉപയോഗിക്കാം, അതുപോലെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതായിട്ടുള്ള കുറച്ച് സ്വിച്ച് വേർഡ്സ്, അത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ വീഡിയോ മുഴുവനായിട്ടും കാണൂ കേട്ടോ. എന്താണ് സ്വിച്ച് വേർഡ്സ് എന്നുള്ളതല്ലേ? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, അതായത് സ്വിച്ച് ഇട്ട പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും ഫാസ്റ്റ് ആയിട്ട് നിലവിലുള്ള നമ്മുടെ ഒരു സാഹചര്യത്തിൽ നിന്നും പുതിയൊരു സാഹചര്യത്തിലേക്കുള്ള ഒരു പരിവർത്തനമാണ് സ്വിച്ച് വേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വേർഡ്സ് തന്നെയാണ്, വാക്കുകളാണ്. വാക്കുകൾക്ക് എന്തുണ്ട്? എനർജി ഉണ്ട് അല്ലെ? അപ്പോ ഈ സ്വിച്ച് വേർഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോലെ, നമ്മളിപ്പോ ചിലപ്പോൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു നെഗറ്റീവ് എനർജിയിലാണ് എങ്കിൽ ആ നെഗറ്റീവ് എനർജിയിൽ നിന്നും സ്വിച്ച് ഇട്ട പോലെ ഒരു ട്രാൻസ്ഫർമേഷൻ, പെട്ടെന്ന് അതിനെ നമ്മളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ ചില വാക്കുകളാണ്. ആ വാക്കുകൾക്ക് എനർജി ഉണ്ട്. അപ്പൊ നിലവിലുള്ള നമ്മുടെ ഡൗൺ ആയിട്ടുള്ള എനർജിയിൽ നിന്ന് നമ്മളെ ഒന്ന് പുഷ് ചെയ്ത് വിടും, നമ്മളിങ്ങനെ ഒന്ന് തള്ളി വിടുന്നതായിട്ടുള്ള ചില വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ സ്വിച്ച് വേർഡ്സ് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു, സൈക്കോളജിക്കൽ അനലിസ്റ്റ് ആണ്, ന്യൂറോളജിസ്റ്റ് ആണ് അദ്ദേഹം. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയും. നിങ്ങൾ B.Ed ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ, സൈക്കോളജി സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒരുപാട് തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തലുകളാണ് ഈ മനുഷ്യന്റെ ഓരോ അവസ്ഥകൾക്കും ഒരു മാറ്റപ്പെടുത്താനായിട്ട്, അതായത് നമ്മുടെ ലോ ആയിട്ടുള്ള എനർജിയിൽ നിന്നും ഹൈ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സഹായിക്കുന്നതായ ചില വാക്കുകളെയാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതായത് നമുക്കറിയാം, നമ്മൾ പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ 95% നടക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അതായത് നമ്മുടെ ബോധ മനസ്സെന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രവർത്തിക്കുന്നതിന്റെ 95% ഡയറക്ഷൻ നൽകുന്നത് ഉപബോധ മനസ്സിൽ നിന്നാണ് എന്നർത്ഥം. ഓക്കെ, അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നു ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് ബിലീഫ് നമ്മൾ പറയും, അതെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പൊ അവിടെയാണ് ഈ ഒരു എനർജിയിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടത്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിലെ മാറ്റം വരുത്തിക്കൊണ്ട് അതിന്റെ എനർജി അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്കുകളെയാണ് സ്വിച്ച് വേർഡ്സ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിനെ മാറ്റുന്നതിനായിട്ടാണ് നമ്മൾ ഇത് പ്രധാനമായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ, ഇപ്പൊ വെറുതെ നമ്മള് ഇപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ സ്വിച്ച് വേർഡ്സ് ഒന്നും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാലം തുടങ്ങി, പണ്ട് തുടങ്ങി നമ്മുടെ മുതുമുത്തച്ഛന്മാരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഒരു ഭയമാണെങ്കിലും അല്ലെങ്കിൽ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോ എന്റെ ഭഗവാനെ, ഓരോരുത്തർ അല്ലെ, ഓരോ മതാചാര പ്രകാരം, ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ എന്റെ കൃഷ്ണ ഭഗവാനെ എന്നൊക്കെ നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഓ എന്റെ ഈശോയെ എന്ന് പറഞ്ഞിട്ട് പറയും അല്ലെ, മുസ്ലിംസ് ആണെങ്കിൽ അള്ളാ എന്ന് പറഞ്ഞിട്ട് പറയുന്നതും എല്ലാം ഈ പറയുന്ന സ്വിച്ച് വേർഡ്സ് ആണ്. അതായത് നിലവിലുള്ള ഒരു ലോ എനർജി അങ്ങ് മാറി കിട്ടുകയാണ്. നമ്മൾ ഭഗവാന്റെ പേര് അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു ഭയം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്തോ ഒരു ഡിവൈൻ, ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ സ്വിച്ച് വേർഡ്സും ചെയ്യുന്ന കാര്യം. ചില വാക്കുകള് ബ്രിങ്, അതുപോലെ ഫൈൻഡ്, ഓക്കെ, അതുപോലെ ഇപ്പൊ പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഫൈൻഡ്, കൗണ്ട്, ഡിവൈൻ എന്ന് പറയുന്നത്. ഈ 3 വാക്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കൗണ്ട്, എണ്ണുക അല്ലെ, ആ കൗണ്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുന്ന അത്രയും കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഡിവൈൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതൊരു ബ്ലെസ്സിങ്സ് ആണ്. ചില വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമ വരും, ചില ഒരു സമാധാനം ഫീൽ ചെയ്യുന്ന ചില വാക്കുകളുണ്ട്. അതാണ് ഇതെല്ലാം. ബ്രിങ്, ടുഗദർ, സ്മൈൽ അല്ലെ, സ്മൈൽ എന്നുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്ക് ഒരു പുഞ്ചിരി, ചിരിക്കുന്ന ഒരു മുഖം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു. അതുപോലെ അങ്ങനെ ചില വാക്കുകളുണ്ട് നമ്മൾ പറയുന്നതായിട്ടുള്ളത്. ഈ വാക്കുകൾക്ക് അതുകൊണ്ടാണ് നമ്മൾ ഈ
നമുക്കിപ്പോ വേണ്ടാത്തതായിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ നമ്മളത് ആഗ്രഹിക്കുന്നില്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ ലൈഫിൽ വരുന്നെങ്കിൽ നമ്മൾ ക്യാൻസൽ, കട്ട് എന്നൊക്കെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ക്യാൻസൽ 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 ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഉള്ള ആ ഒരു കാര്യത്തിൽ നിന്നൊരു ഷിഫ്റ്റിംഗ് ആണ് അവിടെ വരുന്നത്. ഇപ്പൊ ഉള്ള എനർജി ലെവൽ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെൻഷൻ, സ്ട്രെസ് ഇതൊക്കെ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ എന്താണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറഞ്ഞു? ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലൈഫിൽ നേടേണ്ടത്? പണമാണെങ്കിൽ പണം, എക്സാമിന് പാസ്സാവുക എന്നുള്ള കാര്യത്തിൽ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഉത്തമ പങ്കാളി, ലൈഫ് പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനായിട്ട്, സന്തോഷം, സമാധാനം ഉണ്ടാകുന്നതിന്, ഇപ്പൊ നിങ്ങൾ ലോണ് കാര്യങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ ഡെപ്റ്റ്, ആ കടബാധ്യതകളെല്ലാം നീങ്ങി പോകുന്നതിനായിട്ട് ഇതിനെല്ലാം ഉപയോഗിക്കാവുന്ന വാക്കുകളാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ടേൺ ചെയ്യിക്കുന്നത് എന്നാണ്. നിലവിലുള്ള ഒരു വേണ്ടാത്തതായ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവൽ ലോ ആയിരിക്കുമ്പോൾ നമുക്ക് അറിയാലോ എന്താ സംഭവിക്കുക. എന്താണോ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഫ്രീക്വൻസി അതാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ നമ്മള് പുറത്തേക്ക് വിടുന്ന ഫ്രീക്വൻസി ലോ ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് വന്നു ചേരുന്നതും അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ടേൺ ചെയ്തൊരു പോസിറ്റീവിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് സ്വിച്ച് വേർഡ്സ് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറയാം. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ടാണ് എങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഡെയിലി ലൈഫിൽ ഇത് നിങ്ങൾക്ക് സ്വിച്ച് വേർഡ്സ് എഴുതുകയോ പറയുകയോ ചെയ്യാം. എഴുതുകയാണ് എങ്കിൽ 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാനായിട്ട് നോക്കുക. 21 ടൈംസ് അറ്റ്ലീസ്റ്റ്. ഇത്ര തവണ എന്നൊന്നും ഇതിന് കണക്കില്ല കേട്ടോ. അത് നമ്മളുടെ ഒരു മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു. അതിന് കൃത്യമായ കണക്കൊന്നുമില്ല. എങ്കിലും 21 ഡേയ്സ് 21 ടൈംസ് ആണ് മിക്കവരും സ്വിച്ച് വേർഡ്സിന്റെ കാര്യത്തിൽ എഴുതാനായിട്ട് പറയുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ചാന്റ് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും പറയുകയോ ചെയ്യാം റിപ്പീറ്റഡ് ആയിട്ട് കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിനൊരു മടി, അതാണല്ലോ എല്ലാത്തിനും പ്രധാനമായിട്ടുള്ള. അപ്പൊ ഡെയിലി ലൈഫിൽ നമ്മുടെ ലേസിനെസ്, നമ്മുടെ മടി മാറുന്നതിന്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടൊരു തടസ്സം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നുവാണ്. എന്തിനും ഇപ്പൊ മൂഡ് ഓഫ് ആയിരിക്കുമ്പോഴാണല്ലോ നമ്മൾ സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കുക, അല്ലെ? എനർജി ലോ ആയി എന്ന് നമുക്ക് തോന്നുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഡെയിലി ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഡിലേ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, ഒരു മടി നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട സ്വിച്ച് വേർഡ്സ് ആണ് ഡു, DO, ഡു എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്തോളൂ, ഡു എന്നുള്ളൊരു വാക്ക്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു കാര്യം നടക്കണം, അർജന്റ് ആയിട്ട്. നമുക്കതിപ്പോ എന്തിനു വേണ്ടിയിട്ടുമാകാം, പക്ഷെ പെട്ടെന്ന് കാര്യതടസ്സങ്ങളെല്ലാം മാറിക്കിട്ടി ഉടനടി സാധിക്കേണ്ട ഒരു കാര്യങ്ങൾക്കായിട്ടുള്ള ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ്സ് ആണ് വോൾഫ് മാജിക് ബിഗിൻ നൗ. വോൾഫ് മാജിക് ബിഗിൻ നൗ, WOLF, വോൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ളത്. 2 സ്വിച്ച് വേർഡ്സ് നമ്മൾ പറഞ്ഞു. നിങ്ങളിത് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുത്താൽ മതി കേട്ടോ. അതുപോലെ പലർക്കും വേണ്ട ഒരു കാര്യമാണ് എക്സാമിന് പാസ്സാവുക. അത് PSC എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10th 12th അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ഏതിനും, ജീവിത വിജയത്തിനും അതുപോലെ എക്സാം പാസ്സാകുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ്സ് ആണ് റീച്ച് ഫസ്റ്റ് റാങ്ക് ഡിവൈൻ. റീച്ച്, REACH, റീച്ച് ഫസ്റ്റ് റാങ്ക് ഡിവൈൻ. ഈ റീച്ച് എന്നുള്ളൊരു വാക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് കിട്ടുന്നതിന്, ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, നമ്മളത് നഷ്ടപ്പെടുത്തി കളഞ്ഞു, വീണ്ടും അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി റീച്ച് 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 എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഒരു ഇന്റർവ്യൂ ആയിരുന്നു, ആ ഇന്റർവ്യൂ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, നിങ്ങൾക്ക് അന്ന് പോവാൻ പറ്റിയില്ല. ഇനി ഇതുപോലെ ഒരു കമ്പനിയിൽ നിങ്ങളെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുന്നതിനായിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. അപ്പൊ അതും നിങ്ങൾ നോട്ട് ചെയ്തോളൂ, റീച്ച് എന്നുള്ളൊരു സ്വിച്ച് വേർഡ് കേട്ടോ. റീച്ച് എന്നുള്ളത് നമുക്ക് പുതിയ പുതിയ അവസരങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്വിച്ച് വേർഡ് ആണ് റീച്ച് എന്ന് പറയുന്നത്.
ഇനി റിലേഷൻഷിപ്പിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്നേഴ്സ് ഒക്കെ കൂടി ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ചില നഷ്ടങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി, ഒരു റീഹാബിലിറ്റേഷന് വേണ്ടി, റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ മാറി പഴയ പോലെ ഹെൽത്തി ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ടുഗദർ ഡിവൈൻ എന്നുള്ളൊരു കാര്യം. ടുഗദർ ഡിവൈൻ പ്രോഗ്രസിനെ കാണിക്കുന്നതാണ്, അഭിവൃദ്ധിയെ കാണിക്കുന്നതാണ്, പ്രോസ്പിരിറ്റിയെ കാണിക്കുന്നതാണ്, ഗ്രോത്തിനെ കാണിക്കുന്ന ഒരു സ്വിച്ച് വേർഡ് ആണ് ടുഗദർ ഡിവൈൻ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വിൽക്കാനുണ്ട്, വീടായിക്കോട്ടെ സ്ഥലമായിക്കോട്ടെ, അത് വിറ്റ് നിങ്ങൾക്ക് കുറച്ച് പണം നിങ്ങളിലേക്ക് വന്നു ചേരണം എന്നൊക്കെയാണെങ്കിൽ ഗീവ് എന്നുള്ള ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. GIVE, ഗീവ് എന്നുള്ളൊരു സ്വിച്ച് വേർഡ്. എന്ത് കാര്യവും ആയിക്കോട്ടെ, അത് സെയിൽ നടന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് വിൽപ്പന നടന്ന് നിങ്ങൾക്ക് നഷ്ടം കൂടാതെ നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വരുമാനം അല്ലെങ്കിൽ ലാഭം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഗീവ് എന്നുള്ളൊരു സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അൺവാണ്ടഡ് തിങ്സ്. നമുക്ക് വേണ്ടാത്തതായ ഒരു സാഹചര്യം ഇപ്പോൾ വന്നു, വേണ്ടാത്ത വാർത്തകൾ കേൾക്കേണ്ടി വന്നു, വേണ്ടാത്ത കാഴ്ചകൾ കാണേണ്ടി വന്നു, മനസ്സിനെ അസ്വാരസ്യപ്പെടുത്തുന്നതായിട്ടുള്ള സംഭവങ്ങൾ വന്നു എങ്കിൽ ക്യാൻസൽ എന്ന് പറയുക. അപ്പൊ ക്യാൻസൽ എന്നുള്ളത് കറണ്ട് പോയതാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഉറക്കം നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്വിച്ച് വേർഡ് ആണ് ഓഫ് എന്ന് പറയുന്നത്. OFF ഓഫ് എന്ന് പറയുന്നത്. ഈ ക്യാൻസൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തില് അധികമായിട്ടുള്ള ചെലവുകൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പൊ നിങ്ങളുടെ കൺമുമ്പിലുണ്ടെങ്കിൽ കട്ട് എന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. CUT. അപ്പൊ കട്ട് എന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഈ പറയുന്നതായിട്ടുള്ള നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്, നിങ്ങളുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലൈഫിലേക്ക്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷൻ വേണ്ട, കട്ട് എന്നുള്ളൊരു സ്വിച്ച് വേർഡ് അവിടെ ഉപയോഗിക്കാം. ഇനി ഇതിലൊക്കെ ഉപരി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യുന്ന ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ് ഗോൾഡൻ സൺറൈസ് എന്ന് പറയുന്നത്. എനിക്കറിയില്ല ഇത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഒരു മിറാക്കിൾ എന്ന് മാത്രമേ പറയുള്ളൂ, ഇത് എന്തിനാന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ് ആണ്. എന്തൊക്കെ കാര്യങ്ങളുണ്ട് ലൈഫിൽ, എന്തൊക്കെ അഭിവൃദ്ധി കാര്യങ്ങളുണ്ടോ, പുതിയ പുതിയ അവസരങ്ങള്, ഗ്രോത്ത്, സന്തോഷം, സമാധാനം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഗോൾഡൻ സൺറൈസ് എന്നുള്ളൊരു വാക്ക്. അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ തടസ്സങ്ങളും നീക്കി നിങ്ങളെ ഒരു അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതായിട്ടുള്ള സ്വിച്ച് വേർഡ് ആണ് ഗോൾഡൻ സൺറൈസ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. എന്താണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു, ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റാവുന്നതായിട്ടുള്ള സ്വിച്ച് വേർഡ്സും ഞാനിപ്പോ പറഞ്ഞപ്പോ വീഡിയോ അത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അത് എഴുതി എടുത്തോളൂ കേട്ടോ. കറണ്ട് പോയത് കൊണ്ടാണ്, ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്